ഇന്ന് നമ്മൾ വിധാനസൗധ കാണാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബുക്ക് ഫെയർ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 4 ഡേയ്സിന് വേണ്ടിയിട്ടാണ് പബ്ലിക്കിന് ഫ്രീ ആയിട്ടാണ് അവർ എൻട്രൻസ്. ബുക്ക് ഫെയർ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വരാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ എൻട്രൻസിലാണ് നല്ല വ്യൂ ഉണ്ട്. നമ്മളിതാ എൻട്രൻസ് ക്യൂ, നമുക്ക് കുറേ ഗേറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു ഓപ്പണിങ്ങിന് ഈസി ആയിട്ട് കുറേ ഗേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് വേഗം കയറാൻ പറ്റി. അതിവിടെ അത്ര തിരക്കുണ്ടായിരുന്നില്ല, അപ്പോൾ വേഗം കയറാൻ പറ്റി. പ്ലസ് അവർ ആധാർ കാർഡൊക്കെ ചോദിച്ചു. അപ്പോൾ ആധാർ കാർഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്തല്ല, പക്ഷേ പെട്ടെന്ന് അവർ ചോദിച്ചപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുത്തു. പിന്നെ ഇതാ നമ്മളിതാ വിധാനസൗധയൊക്കെ കാണാൻ പോകുന്നു. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും അവർ കേട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ബുക്ക് ഫെയർ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അപ്പുറത്തുള്ള ബിൽഡിംഗ് പിങ്ക് കളർ ബിൽഡിംഗ് കാണാൻ പറ്റില്ല. ആൾക്കാരൊക്കെ ബഹുലുണ്ട്, ബഹുല ആൾക്കാരുണ്ടാവും. ലിഫ്റ്റ് കണ്ടോ? Searchlight. See from here. You can see the searchlight. There is searchlight. അപ്പോൾ ഒരുപാട് കന്നഡ ബുക്സ് ഒക്കെയാണ് ഉള്ളത്. ജാസ്തി കുറേ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഇംഗ്ലീഷൊക്കെ കുറച്ച് കുറവാണ്. വരൂ. അപ്പോൾ ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പബ്ലിക്കിന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 27th February മുതൽ 3rd March വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 5 days മാത്രമേ ഇത് ഓപ്പൺ ആയിട്ടുള്ളൂ പബ്ലിക്കിന്. അതിന് മുമ്പ് ഇത് കുറേ വർഷങ്ങൾക്ക് കഴിഞ്ഞ ശേഷമാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ കന്നഡ ബുക്സും ഉണ്ട്, പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ബുക്സും ഉണ്ട്. നമുക്ക് നോക്കാം. Continue. ഇതിപ്പോൾ ഇവിടെയൊക്കെ കുറേ സ്റ്റോൾസ് ഒക്കെ ഉണ്ട്, ബുക്ക് സ്റ്റോൾസ്. നല്ല കളർഫുള്ളായിട്ട്, നല്ല ലൈറ്റ് കളർഫുള്ളായിട്ട് നമ്മൾ പിങ്ക് പർപ്പിൾ അങ്ങനെ കുറേ കളേഴ്സൊക്കെ ഉണ്ട്. പിന്നെ സെർച്ച് ലൈറ്റ്സ്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. മിഡിലൊക്കെ നല്ല നല്ല ഡെക്കറേഷൻസ് വെച്ചിട്ടുണ്ട്.
കുറേ സ്റ്റോൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കുണ്ട്. కూర్చొని ఇట్లా దవ కొడదాం అనుకున్నా. కాదు ఇప్పుడు నేను లోపల అది అసెంబ్లీ ఉంటుంది, ఇట్లా కొడదాం అనుకున్నా. മേലെയൊക്കെ നല്ല ലൈറ്റിംഗ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അവിടെ ഡെക്കറേഷൻസ് ഒക്കെ സീലിംഗിലൊക്കെ നല്ല നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ಊರಲ್ಲಿತ್ತು ಬಿಟ್ಬಿಟ್ಟೆ ಎಲ್ಲ ನಮ್ಮ ಟೂರಿಂಗ್ ಟ್ಯಾಕೀಸ್ಗಳು ಇಟ್ಕೊಂಡಿದ್ದೆ. ಈಗ 23 ಸ್ಕ್ರೀನ್ ಇದೆ. ಆ 23 ಸ್ಕ್ರೀನಲ್ಲಿ ಒಂದಿನನೂ ಕೂತ್ಕೊಂಡು ನೋಡೋಷ್ಟು ನನಗೆ ಭಾಗ್ಯ ಸಿಗಲಿಲ್ಲ, ಟೈಮ್ ಸಿಗಲಿಲ್ಲ. ಸೊ ಆದರೂ ಕೂಡ ನನಗೂ ಈ ಚಿತ್ರರಂಗಕ್ಕೂ, ನನಗೆಲ್ಲ ಬೇಕಾದಷ್ಟು ರಾಜಕಾರಣಿಗಳಿಗೂ ಚಿತ್ರರಂಗಕ್ಕೂ ಭಾಳ, ಯಾರು ಎಲ್ಲಿ ಬೇಕಾದ್ರೂ ಬೆಳಿಬೋದು, ಮಾಡ್ಬೋದು. ಸೊ ಕೆಲವು ನೀವೆಲ್ಲ ಬಣ್ಣ ಹಾಕ್ಕೊಂಡು ನಾಟಕ ಮಾಡ್ತೀರಿ, ನಾವು ಬಣ್ಣ ಹಾಕ್ಕೊಳ್ದಿದ್ದೀರ ಸಿನಿಮಾ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಬಣ್ಣ ಹಾಕೊಳ್ಳೋದು സിനിമ മാറ്റാ ഇದ್ದೀವಿ. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ നല്ല സന്തോഷം തോന്നുന്നു. ഇത് പ്രോബബ്ലി നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം ആയിരിക്കും, എനിക്കറിയില്ല. ബിക്കോസ് ഇത് കുറേ വർഷങ്ങളായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് പബ്ലിക്കിന് ഓപ്പൺ ആയിരിക്കുന്നത്. അതും വെറും 5 ഡേയ്സിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നല്ല തിരക്കുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നല്ല നല്ല രസമുണ്ട് കാണാൻ. കൂടെയാണ് വന്നത്. പിന്നെ നമ്മൾ സൗത്ത്, നമ്മൾ ഈസ്റ്റ്, നമ്മൾ വെസ്റ്റ് കൂടെയാണ് എൻ്റർ ചെയ്തത്. ഓരോ ഗേറ്റ്സ് എൻട്രൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ നേരെ നോക്കിയിരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ കാണാൻ. പ്രസംഗം നടക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ 7:30 ആണ് ഇവിടെ ക്ലോസിങ് ടൈം. അപ്പോൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവർ ഇവിടെ എല്ലാം നല്ല ലൈറ്റിങ്സ് ഉണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ ഓൾട്ടുഗദർ കുറേ സ്റ്റോൾസ് ഉണ്ട്, ഓൾമോസ്റ്റ് 150 സ്റ്റോൾസ് ഉണ്ട്. ഇത് അവിടെ എല്ലാ സ്റ്റോളിലും നമ്പർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 60 വരെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സ്റ്റോൾസിൽ നമ്മൾ ഒരുപോലെ തന്നെ ഇത്രയൊക്കെ കണ്ടു, നല്ല രസമാണല്ലേ. ഇവിടെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടാവും വേറെ. ഇത് 63 നമ്പർ, അങ്ങനെ കുറേ കുറേ. ಕೆಲ ಚಿತ್ರಗಳೆಲ್ಲ ನಿರ್ಮಾಣ ಮಾಡಬೇಕಂತ ಕ್ಲೀನ್ ನಡೀತಾರೆ. ಏನಾಗುತ್ತೆ ನನಗೆ ದೂರ್ತಾರೆ, ಗೋವಿಂದು ಇಲ್ಲೇ ಇರ್ಬೇಕಲ್ಲ. അപ്പോൾ നമ്മുടെ CM സിദ്ധരാമയ്യ ഇവിടെ വരുന്നുണ്ട് എന്ന് പോലീസ് പറയണ കേട്ടു, പോലീസ് ഓഫീസേഴ്സ് പറയണ കേട്ടു. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എൻട്രൻസ് ഇതാണോ എന്ന് അറിയില്ല, പ്രോബ്ലി മെയിൻ ഗേറ്റ് വഴിയായിരിക്കും. എന്നാലും നമുക്ക് നോക്കാം. ഈ ഡെക്കറേഷൻസ് ഒക്കെ കർണാടക ഫ്ലാഗ് തീമിലൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി. അപ്പം അതിന് നമ്മൾ എക്സ്ട്രാ പാസ് എടുക്കണം. അവിടെയൊക്കെ നല്ല ലൈറ്റിംഗ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെയൊക്കെ നോക്കൂ, എന്താ മയിലോ, മയിലിൻ്റെ അവിടെയൊക്കെ നല്ല ഗ്രീൻ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. നമ്മൾ ദൂരത്തുനിന്ന് കണ്ടാലും നല്ല അട്രാക്ഷൻ ഉണ്ട്. ഇവിടെയൊക്കെ കുറേ ചെടികളും അങ്ങനെ വളർന്നിട്ട്. സെൻട്രൽ എൻട്രൻസിൻ്റെ അവിടെ മെയിൻ ഗേറ്റിലാണ് ഉള്ളത്. നല്ല രസമുണ്ട് സെൻറ്ററിൽ നിന്ന് കാണാൻ. നമ്മളിതാ ഇറങ്ങാൻ നിൽക്കണം. എല്ലാവരും മോസ്റ്റ് ഓഫ് ദം പോയി. പിന്നെ മറ്റേ ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. സോ നമ്മൾ മെയിൻ ഗേറ്റ് കൂടെയാണ് ഇപ്പോൾ പോണത്. ഇത്തിരി ലേറ്റായിപ്പോയി, അതുകൊണ്ട് അപ്പോൾ നമ്മളിതാ പാർക്കിംഗ്, നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോണേ. നമ്മൾ വിധാനസഭയൊക്കെ സൂപ്പറായി കണ്ടു, നമ്മളെല്ലാം എൻജോയ് ചെയ്ത് കണ്ടു. അപ്പോൾ നമ്മളിതാ ടൈമായി. അപ്പോൾ ഓൾമോസ്റ്റ് 9 o'clock ആയി. അവർ ഓൾറെഡി അടച്ചു. നമ്മൾ
നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ വണ്ടി എടുത്തിട്ട് തിരിച്ചു പോകും. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വിധാനസഭയൊക്കെ സൂപ്പറായിട്ട് നമ്മൾ കണ്ടു ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ. ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.